വളരെയധികം കാലങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സെക്സ് എഡ്യൂക്കേഷൻ. പക്ഷേ ഇന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിലും നമ്മുടെ ജീവിതത്തിലും ആ ഒരു കാര്യം നിലവിൽ വന്നിട്ടില്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കാമശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയും അത് പലരുടെയും ഒരു ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റവും ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ അതും മറഞ്ഞു പോയിരിക്കുന്നു. സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കൗൺസിലിംഗ് അനുഭവം പറയാം. 21 വയസ്സുള്ള ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ പറ്റിയുള്ള ഒരു ഒബ്സസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ തോട്ട്സാണ്. അമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന തരത്തിലുള്ള തോന്നലുകൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഒബ്സഷനായി മാറിയിരിക്കുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഒരു ടീനേജിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഒരു 80-90% ആളുകളുടെയും ആ ഒരു പ്രായത്തിൽ സ്വന്തം അച്ഛനെ പറ്റിയോ, പെൺകുട്ടികൾക്ക് അച്ഛനെ പറ്റിയും അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അമ്മയെ പറ്റിയും ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് തോട്ട്സ് ഒരു ഇടിമിന്നൽ ഏൽക്കുന്ന പോലെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. പലരും അതിനെ മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും മറ്റൊരാളോട് തുറന്നു പറയാൻ പോലും പറ്റാതെ ഉള്ളിൽ ഒതുക്കേണ്ടി വന്ന ഇതൊരു വളരെ മോശമായിട്ടൊരു കാര്യമാണ് എന്നുള്ള തരത്തിൽ നമ്മൾ ഉള്ളിൽ ഒതുക്കി ഒരു ഗിൽറ്റി ഫീലിങ്ങോട് കൂടി നിന്നിട്ടുള്ള ഒരു സമയം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂയിഡിൻ്റെ സൈക്കോസെക്ഷൽ സ്റ്റേജുകളിലെ തിയറികളിൽ പറയുന്ന ഒരു കാര്യമാണ് എലക്ട്ര കോംപ്ലക്സ്, ഒഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. അതായത് എലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് സ്വന്തം അച്ഛനോട് തോന്നുന്ന ഒരു വികാരം, ഒരു സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഒഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് അമ്മയോട് തോന്നുന്ന, അതൊരു ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു ടീനേജ് ടൈമിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വളർച്ചാ കാലഘട്ടങ്ങളിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെയും ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഈ രണ്ട് ഹോർമോണൽ വേരിയേഷൻ, അതിൻ്റെ ഒരു ഗ്രോത്തും കാര്യങ്ങളും ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറക്ഷൻ, മാസ്ട്രബേഷൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഇതുപോലുള്ള വികാരങ്ങൾ, ചിന്തകൾ അവർക്ക് അവൈലബിൾ ആയിട്ട് അവരുടെ അടുത്ത് അവർ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നത് ഈ വ്യക്തികളാണ്. ഓപ്പോസിറ്റ് ജെൻഡർ എന്ന് പറയുന്നത് ഈ വ്യക്തികളാണ്. ആ വ്യക്തികളുടെ അടുത്ത് കൂടുതൽ ഇടപഴകുന്ന സമയത്ത് നാച്ചുറലി അറൗസൽ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും. എൻ്റെ അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയും ഇങ്ങനെയുള്ളൊരു തോന്നലുണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന വാല്യൂ സിസ്റ്റത്തിന് ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും അത് ആ കുട്ടികളെ മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. പക്ഷേ മിക്ക കുട്ടികളും അതൊരു തോന്നൽ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നു. പിയർ ഗ്രൂപ്പിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആകുന്ന സമയത്ത് അതൊരു തോന്നൽ മാത്രമാണ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു കോഗ്നിറ്റീവ് ഫങ്ഷനിങ് അതിൽ വർക്ക് ചെയ്യുകയും ഒരു റീസ്ട്രക്ചറിങ് നടക്കുകയും അത് അവർ സാധാരണ ജീവിതത്തിലേക്ക് പോവുകയുമാണ് ചെയ്യാറുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ആൺകുട്ടികൾ പതുക്കെ അമ്മമാരിൽ നിന്ന് അകലുന്നത് ഈ കൈൻഡ് ഓഫ് ഒരു ടീനേജിലായിരിക്കും. അത്ര നാൾ അമ്മ എന്ന് പറയുന്ന ആ ഒരു വികാരത്തിൽ അത്രയും അമ്മയോട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആൺകുട്ടി അമ്മയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒന്ന് ഡിറ്റാച്ച്ഡ് ആകുന്നത്, അമ്മയൊന്ന് ടച്ച് ചെയ്യാനോ ഹഗ് ചെയ്യാനോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ഒക്കെ ഈ ഒരു ഏജിലായിരിക്കും. അതിന് ഈ പറയുന്ന പോലെ മറ്റു പല കാരണങ്ങൾ, എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പേരൻ്റൽ ഫാക്ടേഴ്സ്, ഫാമിലിയിലോ അല്ലെങ്കിൽ പെയർ ഗ്രൂപ്പിലുള്ള പല ഫാക്ടേഴ്സും, അമിതമായിട്ടുള്ള പോൺ അഡിക്ഷൻ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാരണത്തിന്, ഈ ഒരു ഒബ്സഷന് ഒരു കാരണമായി മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് തൊട്ടേ, അതായത് ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മളുടെ അടുത്ത് പറയുന്നത്. സോ ഈ വീഡിയോ എവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.